ഇന്ന് നവംബർ 14 ശിശുദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ കങ്കുവ. സൂര്യ നായകനെത്തിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. സൂര്യ എതിർക്കും തുനിന്തവൻ എന്ന സിനിമയ്ക്ക് ശേഷം നായകനെ എത്തിയ അണ്ണാത്തെ എന്ന സിനിമയ്ക്ക് ശേഷം ശിവ സംവിധാനം ചെയ്ത കങ്കുവ എന്ന സിനിമയ്ക്ക് ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് സൂര്യ സിനിമ നേരിടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നടക്കം സിനിമ മോശം എന്നൊരു അഭിപ്രായം കൂടുതലായിട്ട് നേരിടുത്തിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കം അഭിപ്രായങ്ങൾ നോക്കിയാൽ മാത്രമേ ആവറേജ് അഭിപ്രായങ്ങൾ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് താഴെയുള്ള അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് നെഗറ്റീവ് അഭിപ്രായം തന്നെയാണ് കങ്കുവ ആദ്യ ഷോയ്ക്ക് ശേഷം ലോകവ്യാപകമായിട്ട് നേരിടുത്തിരിക്കുന്നത്. ഇതിൽ തമിഴ്നാട്ടിലെ ആദ്യ പ്രദർശനം ഇനിയും പൂർത്തിയാകുന്നതേ ഉള്ളൂ. രാവിലെ 9 മണിയോടെയാണ് അവിടെ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. അവിടുത്തെ അഭിപ്രായങ്ങൾ കൂടി ഇനി യഥാർത്ഥത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അതും സമാന അഭിപ്രായങ്ങൾ തന്നെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പീരീഡ് ഡ്രാമ, ഇമോഷണൽ ഫാന്റസി, ആക്ഷൻ ഡ്രാമ, ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് കങ്കുവ. സൂര്യ, ദിശ പത്താനി, ബോബി ഡിയോൾ തുടങ്ങിയവർ അഭിനയിച്ച, ഒപ്പം തന്നെ നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് റോൾ കൂടി സിനിമയിൽ ഭാഗമായ കങ്കുവ എന്ന സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി, ടെക്നിക്കൽ വശങ്ങൾ, ഒപ്പം തന്നെ 3D മികവ്, അതുകൂടാതെ സിനിമയിലെ DSPയുടെ സംഗീതം, ഇതൊന്നും കൂടാതെ ഫ്രാൻസിസ് എന്ന കഥാപാത്രം മാറ്റി നിർത്തിയാൽ സൂര്യയുടെ കങ്കുവ എന്ന കഥാപാത്രമായുള്ള മികച്ച പ്രകടനം എല്ലാം തന്നെയാണ് ആകെ മൊത്തത്തിൽ പോസിറ്റീവ് ലഭ്യമായിരിക്കുന്നത്. അതിലുപരി ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട അടിത്തറയായ സ്ക്രിപ്റ്റ്, കഥ എല്ലാം തന്നെ കങ്കുവ എന്ന സിനിമയിൽ വളരെ താഴെ പോയിരിക്കുകയാണ്. സൂര്യയുടെ പെർഫോമൻസിന് പോലും ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിന് അത്ര മികച്ച അഭിപ്രായങ്ങളല്ല വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമയിലെ ഗർജിക്കുന്നത് പോലെയുള്ള ഗ്രാ ശബ്ദത്തിനെല്ലാം തന്നെ വളരെ മോശം അഭിപ്രായങ്ങൾ, ഇറിറ്റേറ്റിംഗ് അഭിപ്രായങ്ങളെല്ലാം തന്നെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ കങ്കുവ എന്ന സിനിമ ആദ്യ ദിവസം അഭിപ്രായങ്ങൾ കൊണ്ട് നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. സ്റ്റുഡിയോ ഗ്രീൻ വൻ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയ്ക്ക് ഇതിനോടകം തന്നെ മികച്ച റിലീസ് അല്ല ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ മോശം റിലീസ് ലഭ്യമായ സിനിമയ്ക്ക് ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് ശേഷം മോശം അഭിപ്രായങ്ങൾ കൂടി ലഭ്യമാക്കുമ്പോൾ ആകെ മൊത്തത്തിലുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാത്തിരിക്കൂ. കങ്കുവ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്ന വീഡിയോകൾ കേട്ട് കൂടുതൽ കങ്കുവ വാർത്തകൾ കേട്ട്